ഒന്നും രണ്ടുമല്ല, പത്തും നൂറുമല്ല, ആയിരവും പതിനായിരവുമല്ല, 2.5 ലക്ഷം പെൺകുട്ടികളാണ് യു കെയിൽ, അതായത് ബ്രിട്ടനിൽ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായ പീഡനത്തിന് ഇരയാക്കപ്പെട്ടിരിക്കുന്നത്, മതപരിവർത്തനത്തിന് ഇരയാക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെയുള്ള ലവ് ട്രാപ്പ് ജിഹാദ് പോലെയല്ല, അതിനേക്കാളേറെ ക്രൂരം. കുഞ്ഞു പ്രായത്തിൽ തന്നെ, കുട്ടികളായിരിക്കുമ്പോൾ തന്നെ കൊണ്ടുപോയി 10 വയസ്സ് കഴിയുമ്പോൾ മുതൽ അതിക്രൂരമായ പീഡനം, മയക്കുമരുന്ന് നൽകിയുള്ള പീഡനം, അവരെ വിവിധമായിട്ടുള്ള ക്രൂരകൃത്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. അതുമാത്രവുമല്ല, മതം മാറ്റുകയാണ് എന്നുള്ളതാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് യു കെയുടെ പാർലമെൻറ്റിൽ അവരുടെ പാർലമെൻറ്റേറിയൻ പറയുകയാണ്, ഇതൊക്കെയാണ് ഇതിൻ്റെ വാസ്തവം, ഇതിനപ്പുറത്തുള്ള ക്രൂരതകളാണ്, വാക്കുകൾക്ക് കൊണ്ട് വിവരിക്കാൻ കഴിയുന്നതിനേക്കാൾ അതിഭീകരമാണ് എന്ന് ലൂബർട്ട് ലോ എന്ന പാർലമെൻറ്റേറിയൻ പറയുകയാണ്, MP പറയുകയാണ്. അദ്ദേഹം പറയുമ്പോൾ ഇത് വിതുമ്പിക്കൊണ്ട് കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്, ഇനിയെങ്കിലും നിങ്ങൾ നടപടിയെടുക്കൂ, ഈ മതപ്രീണനം അവസാനിപ്പിക്കൂ, ഇസ്ലാമിക പ്രീണനം കൊണ്ട് നിങ്ങൾ ഈ നാടിൻ്റെ പെൺകുട്ടികളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഒരു പാർലമെൻറ്റ് മെമ്പർ യു കെയിൽ പറയുകയാണ്. ലോകം ഭരിച്ചിരുന്ന സാമ്രാജ്യം, അതായത് ഇന്ത്യ അടക്കം സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമാക്കി അടക്കി ഭരിച്ചിരുന്ന, ലോകത്തോട് കാട്ടിയ ക്രൂരതകൾക്ക് കയ്യും കണക്കുമില്ലാത്ത ഒരു രാജ്യം ഇന്ന് സ്വന്തം പെൺകുട്ടികളെ ഓർത്ത് വിലപിക്കുകയാണ്, കരയുകയാണ്. ഇത് യു കെയുടെ ചിത്രമാണ്. യു കെ അഭയാർത്ഥികൾക്ക് ഇടം കൊടുത്തതിന് ശേഷം, കുടിയേറ്റക്കാർക്ക് ഇടം കൊടുത്തതിന് ശേഷം നശിച്ച് നാറാണക്കല്ല് പിടിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഇതിന് പിന്നിൽ ഇസ്ലാമിസ്റ്റുകളായ പാകിസ്ഥാനികളാണ്. അവരുടെ ക്രൂരതയാണ് ഈ പറയുന്ന യു കെയിൽ ഇത്ര വലിയ അരാജകത്വത്തിനും കൊടിയ പീഡനങ്ങൾക്കും ഇടവച്ചിരിക്കുന്നത്. സാർ, എങ്ങനെ നോക്കിക്കാണാം ഈ ലോക സാഹചര്യത്തിൽ ഇപ്പോൾ യു കെ നേരിടുന്നത് ഒരു ഒറ്റപ്പെട്ട സംഭവമാണ്? ഒറ്റപ്പെട്ട സംഭവമല്ല. ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസ്റ്റുകൾക്ക് എവിടെയെല്ലാം പിടിമുറുക്കാൻ സാധിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം നടക്കുന്നതിൻ്റെ ഒരു പരിച്ഛേദം മാത്രമാണത്. യു കെ മാത്രമല്ല, യു കെ മാത്രമല്ലല്ലോ, നമുക്കിവിടെ ലവ് ജിഹാദ് എന്നുള്ള കാര്യം നമ്മൾ കേട്ടിട്ടുള്ളതല്ലേ. അതെ. അത് ഇവർക്ക് സ്വാധീനം കിട്ടുന്ന സ്ഥലങ്ങൾ. ഇപ്പോൾ യു കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവരെ ധാരാളം എന്താ പറയുക, കൈനീട്ടി സ്വീകരിച്ചതിൽ തെറ്റില്ല. സ്വീകരിക്കുമ്പോൾ അവർ വളർത്തിക്കൊണ്ടുവരുന്ന ഫണ്ടമെൻ്റലിസത്തിനെ കാണാനായിട്ട് യു കെക്ക് സാധിച്ചില്ല. നേരത്തെ പ്രിയം പറഞ്ഞ പോലെ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ അധിപന്മാരൊക്കെ ആയിരുന്നു അവർ. അത് കഴിഞ്ഞപ്പോൾ അവർ താഴോട്ട് എത്രത്തോളം പോയിന്ന് അവർക്ക് തന്നെ അറിയില്ല. ഈ ലിഫ്റ്റൊക്കെ പ്രവർത്തിക്കാതെ വന്നിട്ട് പിന്നെ ടെക്നീഷ്യൻ വന്നത് കഴിയുമ്പോൾ 14-ാം നിലയിൽ നിന്ന് പെട്ടെന്ന് ഒരു പോക്കില്ലേ, അതേപോലെ ആയിപ്പോയി അവരുടെ കാര്യങ്ങൾ. ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് അവർ പറഞ്ഞു ഫ്രൈഡേ, വെള്ളിയാഴ്ച ഹോളിഡേ ആക്കണമെന്ന് ആവശ്യപ്പെട്ടു. അത് കഴിഞ്ഞ് അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഈ പാർലമെൻ്റ് ഒന്നും ശരിയാവില്ല, ഞങ്ങൾക്ക് പ്രത്യേകം പാർലമെൻറ്റ് വേണം. എന്നാലോചിച്ച് നോക്കൂ, ഒരു ജനാധിപത്യ രാജ്യത്തിൽ 2 പാർലമെൻറ്റ്, ഈ എല്ലാവരും കൂടി ചേർന്ന് അവീല് പാർലമെൻ്റ് ഒന്നും ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങളുടേതായുള്ള പാർലമെൻറ്റ് വേണമെന്ന് പറഞ്ഞു. പിന്നെ അവർ നട റോഡിൽ നിസ്കരിക്കാൻ തുടങ്ങി. ഇപ്പോൾ ലണ്ടൻ എന്ന് പറയുന്ന സിറ്റിയെ പറ്റിയിട്ട് നമ്മളൊക്കെ പണ്ട് എന്തോ വലിയ സംഭവമാണ്, വലിയ കിഷ്കിൻ്റെയാണെന്നൊക്കെയുള്ള മറ്റൊരാളെ നമ്മൾ കേട്ടിരുന്ന വലിയ ആ സ്ഥലത്ത് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഫ്രൈഡേ ദിവസം അവർ സീറ്റിൽ അവർ തീരുമാനിച്ച സ്ഥലത്ത് അവർ നിസ്കരിക്കും. ഇതിനെല്ലാം കണ്ണടച്ച് ഇവർ എതിർത്ത് പറഞ്ഞാൽ അത് സെക്യുലറിസത്തിനെതിരാവുമോ അല്ലെങ്കിൽ അത് മതപീഡനമായിട്ട് മാറുമോ എന്നൊക്കെ ഈ പാവങ്ങൾ ഭരണാധികാരികൾ 2 കൂട്ടരും, ലേബറും കൺസർവേറ്റീവും 2 പേരും ഇതേപോലെ ചിന്തിച്ചുകൊണ്ടിരുന്നു. ആ ചിന്തിച്ചുകൊണ്ടിരുന്നതിൻ്റെ പരിണിത ഫലമാണ് ഈ കാണുന്നത്. ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ്. ചെറിയ കുട്ടികളെ തട്ടിക്കൊണ്ടുപോവുക, 2-3 വയസ്സുള്ള കുട്ടികളെ കാണാതെ പോകുന്നു, തട്ടിക്കൊണ്ടുപോയിട്ട് ഒരു 5-10 വയസ്സ് വരെ ഇവർ വളർത്തിയിട്ട് ലൈംഗിക പീഡനത്തിന് ഇരയാക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് മനുഷ്യത്വത്തിൻ്റെ ഒരു ഒരു അയോട്ടെങ്കിലും ഒരു അംശമെങ്കിലും ഇല്ലാത്ത പ്രവൃത്തിയല്ലേ ഈ കാണിക്കുന്നത്. അതുപോലെ ഇവരെ സ്നേഹിച്ചും അതുപോലെ തന്നെ അവരോട് നല്ല വാക്കൊക്കെ പറഞ്ഞ് അവരെ പ്രീണിപ്പിച്ച് അല്ലെങ്കിൽ അവരെ വരുതിയിലാക്കിയതിന് ശേഷം അവരെ ലൈംഗികമായിട്ട് പീഡിപ്പിക്കുക, അതിൻ്റെ ചിത്രങ്ങളെടുത്തിട്ട് വീണ്ടും അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുക. സാർ, ഒരു കുഞ്ഞിനെ നമ്മൾ വളർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം ഓമനത്ത് തോന്നും. ഇനി നമ്മളൊരു സിംഹക്കുട്ടിയെയും ഒരു പട്ടിക്കുട്ടിയും ഒരുമിച്ചിട്ട് വളർത്തിയാലും അവർ വളർന്നു വന്നു കഴിയുമ്പോഴത്തേ അവർക്ക് തമ്മിൽ ഈ ശത്രുവാണെന്നോ കടിച്ച് തിന്നാനുള്ളതാണെന്നോ തോന്നുന്നില്ല. പക്ഷേ ഒരു കുഞ്ഞിനെ, ഒരു 2-3 വയസ്സുള്ള കുഞ്ഞിനെ കൊണ്ടുവന്ന് 10 വയസ്സ് വരെ വളർത്തിയിട്ട് പീഡിപ്പിക്കുക, ലൈംഗികമായി പീഡിപ്പിക്കുക. അപ്പോൾ ഈ 2-3 വയസ്സ് തൊട്ട് ഇവൻ ആഗ്രഹിച്ചിരിക്കുന്നത്, ഒരു 7 വർഷം കാത്തിരിക്കുന്നത് ഇതിനെ ലൈംഗിക. അപ്പോൾ ഇവൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ ഇത്ര ക്രൂരമാണ്.
ക്രൂരവും അങ്ങേറ്റത്തെ പൈശാചികമാണ്, പൊള്യൂട്ടഡാണ്. മൃഗങ്ങൾക്ക് എന്താ, മൃഗീയമല്ല, മൃഗങ്ങൾ ഇങ്ങനെ ചെയ്യില്ല. മൃഗങ്ങൾ ഇങ്ങനെ ചെയ്യില്ല. മൃഗങ്ങൾ മനുഷ്യക്കുട്ടിന്ന് വരെ മറത്തിയ കഥയുണ്ടല്ലോ. അതെ അതെ, മൗഗ്ലിയുടെ കഥയുണ്ട്. മൗഗ്ലിയുടെ കഥയുണ്ട്. ഇപ്പം ഇന്നിപ്പോൾ ഒരു 12 വയസ്സായ മൗഗ്ലി ഗേളിൻ്റെ കഥ ഞാൻ ഇന്ന് പേപ്പറിൽ കണ്ടു. പെൺകുട്ടി ഇതേപോലെ, ആ കുട്ടി മരിച്ചു എന്നും പറഞ്ഞ ന്യൂസ് കണ്ടു കുറേ ആൾ നമ്മുടെ നാട്ടിൽ നോക്കിയിട്ട്. അപ്പം അതേപോലെ ഏറ്റവും ക്രൂരതയുടെ പാരമ്യത്തിൽ നിൽക്കുകയാണ്. എന്നിട്ട് അതോടൊപ്പം തന്നെ ഇവരെ മതം മാറ്റുകയും ചെയ്യുക. അവരോട് പറയാം, നിങ്ങളുടെ മതമൊന്നും തല്ലിപ്പൊളിയാണെന്നും ശരിയല്ല, ബൈബിള്, യേശു ക്രിസ്തു അതൊന്നും ശരിയല്ല, ഞങ്ങളുടെ മതത്തിൻ്റെ ആണ്. അതുപോലെ നിങ്ങളുടെ പെൺകുട്ടികളൊന്നും ശരിയല്ല, ഞങ്ങളുടെ പെൺകുട്ടികൾ അങ്ങനെയല്ല, വളരെ ഡിസിപ്ലിൻഡ് ആൻഡ് എല്ലാവരും ഒരു എക്സംപ്ലറി ക്യാരക്ടർ ഉള്ളവരാണ് ഞങ്ങളുടെ പെൺകുട്ടികൾ. നിങ്ങളുടെ പെൺകുട്ടികൾ തല്ലിപ്പൊളികളാണെന്ന് പറഞ്ഞാൽ അവരെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വളർത്തിയെടുക്കുക, ഊട്ടി വളർത്തുക. ബലാത്സംഗം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബിസ്മില്ല ചൊല്ലുക. അതെ, ചൊല്ലുക. അതുപോലെ ഈ പെൺകുട്ടികളുടെ രഹസ്യ ഭാഗത്ത് കുപ്പി പൊട്ടി മുറിവേൽപ്പിക്കുക. ഡ്രഗ് അബ്യൂസ്. ഇപ്പോൾ സാധാരണ സാധാരണ ആടി നടക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുമെന്നൊക്കെ ചിലർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബലാത്സംഗത്തിന് മുമ്പ് ബിസ്മില്ല ചൊല്ലുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ അവരുടെ മതപരമായ വിശ്വാസം അവരെവിടെ കൊണ്ട് എത്തിച്ചു എന്നുള്ളതാണ് നമ്മളിത് പഠന വിഷയമാക്കേണ്ട വസ്തുത. അവരങ്ങേറ്റത്തെ വിശ്വാസികളാണല്ലോ. അതുകൊണ്ടല്ല അവർ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യുമ്പോൾ പോലും ബിസ്മില്ല ചൊല്ലാനായിട്ട് തോന്നുന്നത്. അപ്പോൾ അവരുടെ മതവിശ്വാസം അവരെവിടെ കൊണ്ടെത്തിക്കുന്നു. നമ്മളിവിടെ അവരുടെ പുരോഹിതന്മാരൊക്കെ പ്രസംഗിക്കുന്നത് ഞങ്ങൾ അങ്ങേറ്റത്തെ സ്വഭാവശുദ്ധിയുള്ളവരാണ്, അതുപോലെയാണ് ഹിന്ദുക്കളുടെ പോലെയല്ല, ക്രിസ്ത്യൻസിൻ്റെ പോലെയല്ല എന്ന് പറഞ്ഞ് ഇവരെ പ്രസംഗിക്കാതെ യൂട്യൂബിലൊക്കെ ധാരാളം പ്രസംഗങ്ങൾ കാണും. പക്ഷെ എന്താ അവർ ആക്ച്വലി ചെയ്യുന്നത്? ഇപ്പം നമ്മളിവിടുത്തെ പല മദ്രസകളിലൊക്കെ കേസുകൾ പലപ്പോഴും നമ്മുടെ റിപ്പോർട്ടുകൾ കാണാറുണ്ട് അല്ലേ. 9 വയസ്സായ ആൺകുട്ടിയെ വരെ പീഡിപ്പിച്ചൊരു കഥ കഴിഞ്ഞ ആഴ്ച പുറത്തു വന്നു. അയാൾ ഓൺലൈൻ ക്ലാസ്സിൻ്റെ പരീക്ഷയെ പറ്റിയിട്ടുള്ള കുറച്ച് ക്ലാസ് എടുക്കാനെന്ന് പറഞ്ഞ ആൾ വീട്ടിൽ വിളിച്ച് ചെയ്ത പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം അതിന് തുല്യമോ അതിനേക്കാൾ ഭീകരമായിട്ടുള്ളൊരു കാര്യമാണ് UK എന്നുള്ള റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ. ഈ റോബർട്ട് ലോ എന്ന് പറഞ്ഞ ആൾ അതിനെപ്പറ്റി പഠനം നടത്തിയ ആളാണ്. പഠനം നടത്തിയ ആൾ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അവർ പാർലമെൻറ്റിൽ വല്ല വികാര വിശ്വാസത്തോടെയാണ് അദ്ദേഹം അതിനെപ്പറ്റി സംസാരിച്ചത്. അത് ഒരാൾക്കൊരു 2 ലക്ഷം പേരെയോ പോട്ടെ 1000 പേരെ പോലും ഇത്തരത്തിൽ പീഡിപ്പിക്കാനോ കൊലപ്പെടുത്താനോ ഇല്ലെങ്കിൽ തടവിലാക്കാനോ ഒന്നും കഴിയില്ല. അപ്പോൾ ഇത് വലിയ ഗ്യാങ്ങാണ്. 2 ലക്ഷം പേരെ ഇങ്ങനെ 2 ലക്ഷം കുട്ടികളെ ഇങ്ങനെ പീഡിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇത് എനിക്ക് തോന്നുന്നു ഒരു 5 ലക്ഷം പേരെങ്കിലും ഉള്ള ഒരു വലിയ ഗ്യാങ്, വലിയ റാക്കറ്റാണത്. അല്ലെങ്കിൽ 1, 2, 3, 4, 5, 6 ആൾക്കാർ വിചാരിച്ച് ചെയ്യാൻ പറ്റിയൊരു കാര്യമല്ല. അത് ഒരു ഗ്യാങ്ങിന് ചെയ്യാൻ പറ്റിയത് അല്ല. ഇത് വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള വലിയൊരു ഗ്രൂപ്പാണ്, ഒരു ഓർഗനൈസേഷനാണത്. അതിന് പേരില്ലായിരിക്കാം ഒരുപക്ഷെ, അല്ലെങ്കിൽ പേരുണ്ടാവാം, നമ്മളറിയാത്തൊരു പേരുണ്ടാവാം, അറിയില്ല. പക്ഷേ അത്തരത്തിലുള്ള വെൽ നെറ്റ് ഓർഗനൈസേഷനായിട്ടുള്ള വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിന് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. കാരണം ബ്രിട്ടനിലെ പോലീസ് സിസ്റ്റം മോശമല്ല. സ്കോട്ട്ലൻഡ് യാർഡ് എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ ട്രെയിനിങ്ങിന് കൊണ്ടുപോകുന്ന സ്ഥലമാണത്. നമ്മുടെ ഇവിടുത്തെ പോലെ അഴിമതി ആരോപണങ്ങളും പോലീസിനെ പറ്റി അവിടെ കേൾക്കാത്തൊരു സ്ഥലമാണ്. അപ്പോൾ ആ പോലീസിൻ്റെ കണ്ണ് വെട്ടിച്ചിട്ടും ഇത് ബ്രിട്ടൻ്റെ മണ്ണിൽ ഇത് ചെയ്യണമെങ്കിൽ അത്ര വലിയൊരു ഓർഗനൈസേഷൻ ആയിരിക്കണം അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടാവുക. ഇത് UK ഉള്ള ഒരു വാണിംഗ് ബെല്ലാണത്. അവർ ഇനിയെങ്കിലും സൂക്ഷിച്ചില്ലെങ്കിൽ അവർ ചെന്നപ്പെടാൻ പോകുന്ന ആപത്ത് എന്താണെന്നുള്ളത്. അവിടെ ഒരു വലിയ പ്രീണനവും കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നു. മുസ്ലിം ഇസ്ലാമിക പ്രീണനം അവിടുത്തെ ലേബർ പാർട്ടിയുടെ മേലെ ആരോപിക്കപ്പെടുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഇവിടെ കോൺഗ്രസ് മാത്രമാണ് ഇങ്ങനെ പ്രീണന നയം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്ത് വന്ന് ലോകം നശിച്ചാലും രാജ്യം നശിച്ചാലും ഇല്ലാതായി പോയാലും ബോംബ് സ്ഫോടനം നടന്നാലും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കോൺഗ്രസിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. മുംബൈ ഭീകരാക്രമണം നടന്നിട്ട് മിണ്ടാതിരുന്ന ആൾക്കാരാണ്. അമേരിക്ക മിണ്ടരുതെന്ന് പറഞ്ഞപ്പോൾ മിണ്ടാതിരുന്നു എന്നാണ് ചിദംബരം തന്നെ വെളി പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന പ്രീണന നയത്തിയിരിക്കുന്ന കോൺഗ്രസ്സുകാരെ മാത്രമേ ഉള്ളൂ. ഞാൻ നോക്കിയപ്പോൾ ലേബർ പാർട്ടിയെ പറ്റി പറയുന്നത്, ലേബർ പാർട്ടി അത് റോബർട്ട് ലോ അതിനെപ്പറ്റി കൃത്യമായിട്ട് പറയുന്നു, ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ അവിടെയും അവരും ഉദ്ദേശിക്കുന്ന വർഗീയ പ്രീണനമായിരിക്കാം. കാരണം അധികാരത്തിൻ്റെ ലഹരി തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ അധികാരം എങ്ങനെയും നേടണമെന്നുള്ളതാണ് രാഷ്ട്രീയക്കാരന്. അത് ഒരു പക്ഷേ ഏത് രാജ്യത്തിൻ്റെ അതിർത്തികൾക്ക് അതീതമായിട്ട് അങ്ങനത്തെ ഒരു മനസ്സ് രൂപപ്പെടുന്നുണ്ട് എന്ന് വേണം നമുക്കിതിൽ നിന്നൊക്കെ മനസ്സിലാക്കാനായിട്ട്. സാധാരണ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ആദ്യം കേട്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ അവിടെയും അങ്ങനെ ആയെന്ന് മനസ്സിലാക്കേണ്ടി വരും. വെള്ളക്കാരാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പിടിച്ചോണ്ട് പോകും.
എന്നിട്ട് മതം മാറ്റുക, ലൈംഗികമായി ചൂഷണം ചെയ്യുക, ചൂഷണം ചെയ്യുക. ഡ്രഗ്സ് കൊച്ചു കുട്ടികളെ 10, 12, 13, 14 വയസ്സായ കുട്ടികളെ ആകർഷിച്ചിട്ട് കൊണ്ടുപോവുക. ഇതൊരു അവർക്ക് വ്യക്തമായിട്ടുള്ളൊരു വാർണിംഗ് ആണിത് ബ്രിട്ടന്. ഗ്രൂമിംഗ് ഗ്യാങ് എന്ന പേരും. ഗ്രൂമിംഗ് ഗ്യാങ് എന്ന പേര്. ഗ്രൂമിംഗ് ഇതാണ്, അതെ, അവരെ മോശമായ കാര്യങ്ങൾക്ക് ഗ്രൂം ചെയ്യുക. അപ്പം ഇത് അവർക്കൊരു വാർണിംഗ് ബെല്ലാണ്. അവർ എത്രയും വേഗം ഉണർന്നെഴുന്നേറ്റ് പ്രവർത്തിച്ചില്ലെങ്കിൽ അവരുടെ സൊസൈറ്റിയെ ഇതില്ലാതാക്കും. അഫ്ഗാനിസ്ഥാനായിട്ട് മാറും. അതെ, അഫ്ഗാനിസ്ഥാൻ, അതെ, സിറിയൊക്കെ പോലായിട്ട് മാറും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവ് പോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.